ദ്രാവിഡ ഗോത്രങ്ങളുടെയും ശാക്തേയരുടെയും ഹൈന്ദവരുടെയും ആരാധനാമൂർത്തിയായി തീർന്ന ഭഗവതിയാണ് ശ്രീ ഭദ്രകാളി അല്ലെങ്കിൽ ഭദ്ര ഭഗവതി. ആദിപരാശക്തിയുടെ ഒരു ഭാവം തന്നെയാണ് ഭദ്രകാളി. മഹാകാളി, ആദിശക്തികാളി, കാലരാത്രി എന്നീ പേരുകളിലും ഭഗവതി അറിയപ്പെടുന്നു. ചാമുണ്ഡി, ചാമുണ്ടേശ്വരി എന്നീ നാമങ്ങളിൽ ആരാധിക്കപ്പെടുന്നതും ഭദ്രകാളി ഭാവങ്ങൾ തന്നെയാണ്. സംഹാരം, ശക്തി, വിജയം, സുരക്ഷ, ഐശ്വര്യം, വിദ്യ, ഭയമോചനം, ദുഷ്ടരിൽ നിന്നും രക്ഷ, ദുഃഖവിമുക്തി, രോഗമുക്തി, കുടുംബ നിലനിൽപ്പ്, മോക്ഷം എന്നിവയുടെ ദേവതയായി ശ്രീ ഭദ്രകാളി പൊതുവെ ആരാധിക്കപ്പെടുന്നു. കേരളീയരുടെ കുലദൈവമാണ് ഭദ്രകാളി. കേരളത്തിന്റെ എല്ലാ പ്രദേശങ്ങളിലും ചെറുതും വലുതുമായ ഭദ്രകാളി ക്ഷേത്രങ്ങളും കാവുകളും കാണാം. ദേശദൈവം, കുലദൈവം, കുടുംബദേവത, ധർമ്മദേവത, ഇഷ്ടദേവത തുടങ്ങിയ പല ഭാവങ്ങളിൽ ഭഗവതി ആരാധിക്കപ്പെടുന്നു. പഴയ തറവാടുകളിൽ വീടുകളുടെ മുകൾ ഭാഗത്ത് മച്ചകത്തമ്മ എന്ന പേരിലും ഭദ്രകാളി ആരാധിക്കപ്പെടുന്നു. കളരിത്തറകളിലെ പ്രധാന മൂർത്തിയും ദേവി തന്നെയാണ്. മംഗളകരമായ അല്ലെങ്കിൽ സുരക്ഷിതമായ എന്ന അർത്ഥത്തിൽ ഭദ്രം എന്ന വാക്കും, കാലത്തെ നിയന്ത്രിക്കുന്നവൾ, കാരുണ്യത്തിന്റെ പ്രതീകം, കറുത്ത നിറത്തോടു കൂടിയവൾ എന്നീ അർത്ഥങ്ങളിൽ കാളി എന്ന പദവും വ്യാഖ്യാനിക്കാം. കറുത്ത നിറത്തോടു കൂടിയ ഭഗവതിയായതിനാൽ കരിങ്കാളി എന്നും ദേവി വിശേഷിപ്പിക്കപ്പെടുന്നു. ദേവി മാഹാത്മ്യത്തിൽ ആദിപരാശക്തിയായ ശ്രീ ഭുവനേശ്വരി ദേവിയുടെ ഉഗ്രഭാവമായി ഭദ്രകാളിയെ വർണ്ണിക്കുന്നു. അധർമ്മം, അനീതി, തിന്മ തുടങ്ങിയവയെ ഉന്മൂലനം ചെയ്യുകയും രോഗ ദുരിത നിവാരണം ചെയ്യുകയും ചെയ്യുന്ന ഭഗവതിയായിട്ടാണ് ദേവി അറിയപ്പെടുന്നത്. ദുഷ്ടരെ ശിക്ഷിക്കുകയും ശിഷ്ടരെ രക്ഷിക്കുകയും ചെയ്യുന്ന ഭഗവതി തിന്മയുടെ മേൽ നന്മയുടെ വിജയമായി കാണപ്പെടുന്നു. ആദിമ കാലഘട്ടത്തിൽ ഗോത്രജനത കാളിയെ പ്രകൃതി, ഊർവരത, മണ്ണിന്റെ ഫലഭൂയിഷ്ഠത എന്നീ ഭാവങ്ങളിൽ ആരാധിച്ചു. കാർഷിക സമൃദ്ധി, യുദ്ധവിജയം, രോഗമുക്തി, കുടുംബത്തിന്റെ ഐശ്വര്യം, സന്താനങ്ങളുടെ അഭിവൃദ്ധി, കുലത്തിന്റെ നിലനിൽപ്പ്, ദേശത്തിന്റെ രക്ഷ, വ്യാപാരത്തിന്റെ അഭിവൃദ്ധി, മോക്ഷം എന്നിവയ്ക്കായി ഭഗവതിയെ ആരാധിച്ചു പോയിരുന്നു. ആദിമകാലത്ത് ആരാധിക്കപ്പെട്ടിരുന്ന കൊറ്റരി എന്ന യുദ്ധദേവതയും ഭഗവതി തന്നെയായിരുന്നു എന്ന് വിശ്വസിക്കുന്നു. പ്രകൃതി ആരാധനയുടെ ഭാഗം കൂടിയാണ് ശ്രീ ഭദ്രകാളി. പ്രകൃതി ആരാധന സിന്ധു നാഗരികതയ്ക്ക് മുൻപേ തന്നെ ഭാരതത്തിൽ നിലനിന്നിരുന്നു. ഇത് ഊർവരതാ സങ്കല്പവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. ഭഗവതി ക്ഷേത്രങ്ങളിലും കാവുകളിലും ഇന്നും തുടർന്നു വരുന്ന ആചാരാനുഷ്ഠാനങ്ങൾ ഇത്തരം പ്രകൃതി ആരാധനയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. കാടിനെ കാക്കുന്ന കാവ് പ്രകൃതി സംരക്ഷണത്തിന്റെയും ജീവവൈവിധ്യത്തിന്റെയും ഭാഗമായ കാളി ആരാധനാ സങ്കല്പവുമായി ചേർന്ന് നിൽക്കുന്നു. പ്രകൃതിയും വികൃതിയും ഭഗവതിയായി സങ്കല്പിക്കപ്പെടുന്നു. കാവുകൾ ഭാർഗവ കേരളത്തിന്റെ ആരാധനാ സമ്പ്രദായത്തിന്റെ കേന്ദ്ര ബിന്ദുവാണ്. കേരളത്തിലെ കാവുകളിൽ ഏറ്റവും കൂടുതൽ ആരാധിക്കപ്പെടുന്ന ദേവതയും ഭദ്രകാളിയാണ്. കൊടുങ്ങല്ലൂർ കാവ്, പനയനാർ കാവ്, മാടായിക്കാവ് എന്നിവ വിശ്വപ്രസിദ്ധമാണ്. കാവുകളിൽ സാധാരണയായി രാജസിക, താമസിക ഭാവങ്ങളിൽ ആണ് ദേവതകളെ പൊതുവെ ആരാധിക്കുന്നത്. ഇവർ ഉഗ്രമൂർത്തികളും രക്ഷാദേവതകളുമാണ്. ഭാർഗവ കേരളത്തിൽ ആദ്യമായി ഭദ്രകാളി പ്രതിഷ്ഠ നടത്തിയത് കൊടുങ്ങല്ലൂരിലാണ്. കേരളത്തിലെ 64 ഭഗവതി ക്ഷേത്രങ്ങളുടെ മാതൃക്ഷേത്രമായിട്ടാണ് കൊടുങ്ങല്ലൂർ ശ്രീ കുരുംബ ഭഗവതി ക്ഷേത്രത്തെ കാണുന്നത്. ഭാരതത്തിലുടനീളം കാളി, ഭദ്രകാളി ഭാവങ്ങളിൽ ആരാധന നിലനിൽക്കുന്നു. വിവിധ പ്രദേശങ്ങളിൽ വിവിധ പേരുകളിൽ ആണെന്ന് മാത്രം. ശ്രീ കുരുംബ, മാരിയമ്മൻ, മുത്താരമ്മൻ, ചാമുണ്ഡി, ഭവതാരിണി എന്നിങ്ങനെ വിവിധ നാമങ്ങളിൽ. കാളിയുടെ സൗമ്യവും സുന്ദരവുമായ രൂപം സുമുഖി കാളി എന്ന് അറിയപ്പെടുന്നു. സമ്പത്തും ഐശ്വര്യവും പ്രദാനം ചെയ്യുന്ന ഭഗവതിയാണിതെന്ന് വിശ്വാസം. പല ക്ഷേത്രങ്ങളിലും ഭദ്രകാളി സുമുഖി കാളി ഭാവത്തിൽ പൂജിക്കപ്പെടുന്നു. നവരാത്രിയുടെ അവസാന നാളിൽ സുഭദ്ര എന്ന പേരിലും ഭഗവതി ആരാധിക്കപ്പെടുന്നു. ചെറിയ പെൺകുട്ടിയുടെ രൂപത്തിലുള്ള ഭദ്രകാളി ഭാവം ബാലഭദ്ര എന്ന് അറിയപ്പെടുന്നു. കൗമാര പെൺകുട്ടിയുടെ രൂപഭാവങ്ങളോടുകൂടിയ ശ്രീബാല എന്ന ഭദ്രകാളി സൗമ്യരൂപയാണ്. ദാരികാവധത്തിനായി ശിവന്റെ 3-ാം തൃക്കണ്ണിൽ നിന്നും ജനിച്ചവളാണെന്നും ദശന്റെ യാഗാഗ്നിയിൽ സതീദേവി ദേഹത്യാഗം ചെയ്തതിൽ ക്രുദ്ധനായി തീർന്ന ഭഗവാൻ പരമശിവൻ ദക്ഷനോടുള്ള പ്രതികാരത്തിനായി തന്റെ ജഡ നിലത്തടിച്ച് സൃഷ്ടിച്ചതാണ് ഭദ്രകാളിയെ എന്നും 2 ഐതിഹ്യങ്ങളുണ്ട്.
കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ പ്രതിഷ്ഠിച്ചിട്ടുള്ള കാളി വിഗ്രഹങ്ങൾക്ക് പല രൂപകൽപ്പനകളുമുണ്ട്. വാള്, പരിച, കപാലം, ദാരിക ശിരസ്, വെൺമഴു, ഡമരു, ശൂലം, കയറ്, തോട്ടി, ഉലക്ക, തലയോട്, മണി, സർപ്പം, ശംഖ്, അമ്പ്, കുന്തം, ചക്രം തുടങ്ങിയവയാണ് ഭദ്രകാളിയുടെ കൈകളിൽ കാണപ്പെടുന്നത്. 4, 8, 16 എന്നിങ്ങനെ 64 കൈകളുള്ള കാളി സങ്കല്പങ്ങൾ വരെയുണ്ട്. ഭദ്രകാളി, കരിങ്കാളി, സുമുഖീകാളി, മഹാകാളി, രാത്രികാളി, ബാലഭദ്ര, ചാമുണ്ട എന്നിങ്ങനെ രൂപഭാവ വൈവിധ്യങ്ങളും കാളിക്കുണ്ട്. തിരുമാണ്ടാംകുന്ന് ക്ഷേത്രത്തിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഭദ്രകാളി വിഗ്രഹം പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ഭദ്രകാളി പ്രീതിക്കായി പുരാതന കാലം മുതൽ പാട്ടുത്സവം, വേല, താലപ്പൊലി, കളിയാട്ടം, കുത്തിയോട്ടം തുടങ്ങിയവ നടന്നുവരുന്നു. പാട്ടുത്സവമാണ് ഭദ്രകാളിക്ക് മുഖ്യം. കുത്തിയോട്ടപ്പാട്ടുകളും പാനത്തോറ്റങ്ങളും ഉൾപ്പെടെ ദേവീസ്തുതികളെ ഭഗവതിപ്പാട്ടുകൾ എന്നാണ് അറിയപ്പെടുന്നത്. കുംഭം, മീനം മാസങ്ങളിൽ വരുന്ന ഭരണിയാണ് ഭദ്രകാളി പ്രതിഷ്ഠയുള്ള മിക്ക ക്ഷേത്രങ്ങളിലെയും പ്രധാന വാർഷിക ഉത്സവം. കുതിരയെടുപ്പും കാളയെടുപ്പും ഭഗവതി പ്രീതിക്കായി ആറാടുന്നു. അതിമധുരമുള്ള കടുംപായസം, തെരളി എന്നിവ ഭദ്രകാളിയുടെ പ്രധാന നൈവേദ്യങ്ങളാണ്. ഗുരുതിക്ക് വറപൊടിയും പൊതിച്ച കരിക്കും വെറ്റിലയും അടയ്ക്കായും നിർബന്ധമാണ്. ചെത്തിപ്പൂവും ചെന്താമരപ്പൂവും ഉൾപ്പെടെ ചുവന്ന ഉത്തമ പുഷ്പങ്ങൾ ദേവീ പൂജയ്ക്ക് പ്രിയങ്കരമാണ്. ഗുരുതി, കുത്തിയോട്ടം, താലപ്പൊലി, അരത്തം പൂജിച്ചു കുരുതി, നിണകുരുതി, രക്തപുഷ്പാഞ്ജലി, ചാന്താട്ടം, തോറ്റംപാട്ട് എന്നിവ ദേവിയുടെ പ്രധാന വഴിപാടുകളാണ്. ഭദ്രകാളി ആദിപരാശക്തിയുടെ അംശം തന്നെയാകുന്നു. വിവിധ കാലങ്ങളിൽ വിവിധ ദേശങ്ങളിൽ വ്യത്യസ്ത രൂപത്തിലും ഭാവത്തിലും ആരാധനാ സമ്പ്രദായങ്ങളിൽ ആരാധിക്കപ്പെടുന്നു. കാലത്തിനും ദേശത്തിനും രൂപത്തിനും ഭാവത്തിനും അതീതയാകുന്നു. കാളിയും ഭദ്രകാളിയും ഒന്നു തന്നെയാണോ അതോ വ്യത്യസ്ത ദേവതകളാണോ എന്ന സംശയവും തർക്കവും പലപ്പോഴും ഭക്തർക്കിടയിൽ ഉണ്ടാകാറുണ്ട്. ഈ പ്രപഞ്ചത്തിലെ സർവചരാചരങ്ങളിലും കുടികൊള്ളുന്നത് പ്രപഞ്ചനാഥയായ സൃഷ്ടി, സ്ഥിതി, സംഹാരങ്ങളുടെ അതിഥിയായ ആദിപരാശക്തി തന്നെയാണെന്ന് നാം മനസ്സിലാക്കുമ്പോൾ ഇത്തരം സംശയങ്ങൾക്കും അവസാനമാകും. പിന്നെ ദേവതാ സങ്കല്പങ്ങളിൽ കാളി ആദിമഗോത്ര കാലഘട്ടം മുതൽ ആരാധിക്കപ്പെടുന്ന ദേവതയാണ്, ഉഗ്രമൂർത്തിയാണ്. എന്നാൽ ഭദ്രകാളി ഭാവം അല്പം കൂടി സൗമ്യമാണ് എന്ന് മനസ്സിലാക്കാം.